ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് വന്നതാണ്. റാപ്പിഡോൻ്റെയും ഊബറിൻ്റെയും കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. റാപ്പിഡോവും ഊബറൊക്കെ കേരളത്തിൽ ഓൾറെഡി ലീഗലി ഇപ്പം റാപ്പിഡോയ്ക്ക് ഓൾറെഡി കുറച്ച് മുന്നേ ഫെബ്രുവരി ആ ടൈമിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ലീഗാലിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല. ഊബറിനും അതേപോലെ തന്നെ ലീഗാലിറ്റി ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ റാപ്പിഡോൻ്റെയും ഊബറിൻ്റെയും ബൈക്ക് ടാക്സീസ് അലൗഡ് അല്ല. അതായത് മഞ്ഞ നമ്പർ പ്ലേറ്റ് അല്ലാതെ വൈറ്റ് നമ്പർ പ്ലേറ്റ് വെച്ചിട്ട് ഒരിക്കലും ബൈക്ക് ടാക്സീസ് ഓടാൻ പറ്റില്ല. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയൊക്കെ ഫൈന് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഓൾറെഡി ബാംഗ്ലൂരൊക്കെ ഈ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഓൾറെഡി കോർട്ട് അവിടെയൊക്കെ ബാൻ ചെയ്തതായിട്ടാണ് ഞാൻ റിസർച്ച് എടുത്തപ്പോൾ മനസ്സിലായത്. ഇത് ഓൾറെഡി യെല്ലോ പ്ലേറ്റ് അല്ലാതെ ഓടുമ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ആയിട്ട് ഓടുന്ന ഓട്ടോക്കാർക്കും അതേപോലെ തന്നെ കാറുകാർക്കും ക്യാബുകാർക്കൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കേസ് ആയതുകൊണ്ടാണ് മെയിനായിട്ട് ഇഷ്യൂ വരുന്നത്. പിന്നെ ലീഗാലിറ്റി ഇഷ്യൂസ് കോർട്ട് സൈഡ് നോക്കുന്ന സമയത്ത് വൈറ്റ് ബോർഡ് വെച്ച് ഓടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് ആരെങ്കിലും റിസ്ക് എടുത്ത് ഓടുന്നവരുണ്ടെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ട് ഓടുന്ന, അതായത് സാധാരണ ഓടുന്ന ഓട്ടോക്കാരും ക്യാബുകാരും വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്നുള്ളത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എന്തായാലും മുന്നോട്ട് നമുക്ക് നീങ്ങാൻ പറ്റില്ല. ഇപ്പോൾ ഊബറിനും റാപ്പിഡോയ്ക്കൊക്കെ ഓൾറെഡി അപ്രൂവൽ കിട്ടി. ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ലീഗാലിറ്റി ഇഷ്യൂസിലേക്ക് പോവുകയും കേസ് എടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഉണ്ടായിരുന്ന പോലെ തന്നെ മൂന്നാറിലുണ്ടായിരുന്ന പോലുള്ള വിഷയങ്ങൾ ഇനി ഉണ്ടാവാണ്ട് നിൽക്കട്ടെ. എല്ലാവരും മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ എല്ലാവരും യൂബറൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസ് ക്രിമിനൽ കേസ് ഉള്ളവർക്കൊന്നും ഊബറിലും റാപ്പിഡോയിലും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. PCC ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ഇപ്പോഴും, അതായത് ഞാൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലായിടത്തും ഏറ്റവും കൂടുതൽ ഊബർ ഉപയോഗിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്താണ്, പിന്നെ തിരുവനന്തപുരം, പിന്നെ കോഴിക്കോട് അങ്ങനെയാണ് വരുന്നത്. കോഴിക്കോടൊക്കെ ഒന്ന് മൊത്തത്തിലായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഊബർ ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്ത് ഓടുന്നവർക്ക് ഭയങ്കര കുറവ് പേയ്മെൻ്റൊക്കെ കിട്ടുന്നുള്ളൂ. അതായത് അങ്ങനെയാണ് ഞാൻ കേട്ടത്. പിന്നെ ട്രിവാൻഡ്രത്ത് കുഴപ്പമില്ലാത്ത കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ കോഴിക്കോടാണെങ്കിൽ അത്യാവശ്യം നല്ലപോലെ കിട്ടുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ളതും കൂടി പിടിച്ചിട്ട് അവിടെ കൊടുക്കാൻ തോന്നുന്നു, അറിയില്ല. അതെന്തായാലും ഇവിടെ ഉള്ളവർക്ക് പേയ്മെൻറ്റ് കുറവാണ് എറണാകുളത്തൊക്കെ ഉള്ളവർക്ക്. അപ്പം ഊബറിനെയും റാപ്പിഡോനെയും കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും see you. ബൈ ബൈ.